പ്രിയപ്പെട്ടവരെ, ഐ എം സോറി, ക്ഷമിക്കണം. ഐ ഡു അപ്പോളജൈസ്. മരുന്നു പോലെ ശക്തിയുള്ള വാക്കാണ് ക്ഷമിക്കണം എന്നുള്ള വാക്ക്. സോറി അല്ലെങ്കിൽ ക്ഷമിക്കണം എന്നത് പറയുന്ന വ്യക്തിക്കും കേൾക്കുന്ന വ്യക്തിക്കും അവർക്ക് തമ്മിൽ ഒരു മാജിക് പോലെയാണ് ക്ഷമിക്കണമെന്ന വാക്ക് പ്രവർത്തിക്കുക. വളരെ ചെറുതും നിസ്സാരവുമായ കാരണമാകും പലപ്പോഴും വാഗ്വാദത്തിനും ഷണ്ഠയ്ക്കും വഴിവെക്കുന്നത്. ക്ഷമിച്ചു കൊടുക്കാൻ മനസ്സില്ലാത്ത സമീപനമാണ് രണ്ടു കൂട്ടരും തുടരുന്നതെങ്കിൽ വലിയ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കാം. അത് വീട്ടിലാണെങ്കിലും സമൂഹത്തിലായാലും തൊഴിലിടത്തിലായാലും. ക്ഷമയും അത് പ്രകടിപ്പിക്കാനുള്ള സന്മനസ്സും ഉദിച്ചാൽ മഞ്ഞുമല ഉരുകുന്നത് പോലെ വിദ്വേഷത്തിന്റെ അന്തരീക്ഷത്തിന് മാറ്റമുണ്ടാവും. ഒരു മഴ പെയ്തു തോർന്ന പോലെ ഒരു മാനം തെളിഞ്ഞു വരും നിങ്ങളുടെ മനസ്സിൽ. ഇരു കൂട്ടരുടെയും ഉള്ളിലുയരുന്ന അഹന്തയും അല്പത്വവുമാണ് പലപ്പോഴും വലിയ വഴക്കുകൾക്ക് കാരണമാകുന്നത്. കുടുംബങ്ങളിലെ അസ്വസ്ഥതകൾക്കും ഇത് തന്നെയാണ് കാരണമാകുന്നത്. പക്ഷേ ആത്മാർത്ഥതയോടെ ക്ഷമിക്കണം എന്നൊരു വട്ടം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. എല്ലാ പ്രശ്നങ്ങളും അലിഞ്ഞില്ലാതാകുന്നത് അനുഭവിച്ചറിയാൻ സാധിക്കും. ക്ഷമിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ആ ക്ഷമ സ്വീകരിക്കാനുള്ള മനസ്സും ചിലർക്ക് ഉണ്ടാവുന്നത്. ചിലർ പറയുന്നത് കേട്ടില്ലേ, ഞാൻ ക്ഷമിക്കാം, പക്ഷേ ഞാനത് മറക്കത്തില്ല കേട്ടോ. അത് ശരിയായ ക്ഷമയല്ല, വാക്കിൽ മാത്രം ഒതുങ്ങുന്ന അനുഭവമായി പോവും. അതുകൊണ്ട് ആത്മാർത്ഥമായി ക്ഷമ പറയാനും ക്ഷമിക്കാനും നമുക്ക് ശീലിക്കണം. ഐ ആം സോറി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾ റൈറ്റ് എന്ന് പറയാൻ കഴിയുന്ന ഒരു മനസ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. എനിക്ക് പറ്റിപ്പോയി, ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറയാനുള്ള മനസ്സും നമുക്കുണ്ടാവണം. ഇല്ലെങ്കിൽ ആകെ ജീവിക്കുന്നത് കുറച്ചു കാലമാണ്, ജീവിതം നരകമായി തീരും. ചുരുങ്ങിയത് ആ ബന്ധങ്ങളുടെ കാര്യത്തിലെങ്കിലും. ഇങ്ങനെ ഷണ്ഠയും ദേഷ്യവും പിടിച്ചിട്ടൊന്നും നിങ്ങൾ എല്ലാ കാലത്തെയും ഈ ഭൂമി ജീവിക്കാൻ പോകുന്നില്ല. വളരെ പെട്ടെന്ന് ഒരു ആർസിസി അതല്ലെങ്കിൽ ഒരു റോഡ് അപകടത്തിൽ തീർന്നു പോകാവുന്ന ഒരു ജീവിതമേ നമുക്കുള്ളൂ എന്നത് എപ്പോഴും ഓർമ്മിക്കണം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ക്ഷമിക്കൂ എന്നൊരു വാക്ക്, ക്ഷമിച്ചു എന്നൊരു വാക്ക്, രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്.